സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള പെർസെപ്ഷൻസ് അബൌട്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ് ആണ്. അതിലെ ലാസ്റ്റ് വീഡിയോ ക്ലാസ് ആണിത്. സോ അതിൽ ഇനക്വാളിറ്റീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനക്വാളിറ്റിയുടെ മീനിങ് എന്ന് പറയുന്നത് ഇനക്വാളിറ്റി മീൻസ് ഫണ്ടമെൻ്റൽ ഡിസ്പാരിറ്റീസ് ഇൻ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു വൺ ഇൻഡിവിജ്വൽ ഫ്രം അനദർ വൺ. അതായത് ഇതിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇനക്വാളിറ്റി എന്നുള്ളത്. അസമത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ചില ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് അവസരങ്ങളിലേക്ക് കൂടുതൽ പ്രവേശനമുണ്ട്, അതായത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് പലപ്പോഴും പണം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പണം എങ്ങനെ ഷെയർ ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും ഒരേ അളവിലുള്ള മണി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, അത് തുല്യമാണ് എന്ന് പറയാം. ഇറ്റ്സ് മോർ ഈക്വൽ എന്ന് പറയാം. പക്ഷേ ഈ അസമത്വം എന്ന് പറയുന്നത് ഈ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിലും മറ്റ് സൊസൈറ്റിയിലും എക്കോണമിയിലും ഒക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ആക്സിയംസ് ഓഫ് ഇനക്വാളിറ്റീനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ കുറച്ച്, അതായത് ആക്സിയംസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആണ്, അതായത് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ എന്നൊക്കെ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് ആൽട്ടൺ ട്രാൻസ്ഫർ പ്രിൻസിപ്പിൾ ആണ്. ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് ദാറ്റ് ആൻ ഇൻകം ട്രാൻസ്ഫർ ഫ്രം എ poorer person to richer person should register as a rise in inequality, and as income transfer from richer to poorer person should register as a fall in inequality. അതായത് പണം എന്ന് പറയുന്നത് ദരിദ്രനായിട്ടുള്ള ഒരാളിൽ നിന്ന് സമ്പന്നനിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇനക്വാളിറ്റീസ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സമ്പന്നനിൽ നിന്ന് പുവറിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിലോ അത് ആ ഇനക്വാളിറ്റി കുറയാൻ വേണ്ടിയിട്ടാണ് കാരണമാവുക. സോ മോസ്റ്റ് മെഷേഴ്സ് ഓഫ് ഇനക്വാളിറ്റി ഫോളോസ് ദിസ് റൂൾ. അതായത് ഈ ഇനക്വാളിറ്റി ബേസ് ചെയ്ത് വരുന്ന എല്ലാ പ്രിൻസിപ്പിൾസും മെഷേഴ്സും ഒക്കെ തന്നെ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്, ഈ ഒരു റൂളാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ സ്കെയിൽ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. അതായത് the measure of inequality must be independent of the economic conditions or growth profile of the economy. To put it simply, inequality measures should be independent of the economic status of any country. Inequality must not depend upon whether the country rich or poor. അതായത് ഒരു കൺട്രി റിച്ച് ആണോ പുവർ ആണോ എന്നതിനെ അപേക്ഷിച്ചിട്ടല്ല അവിടെ ഇനക്വാളിറ്റി ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇതൊരിക്കലും ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു കൺട്രി റിച്ചോ പുവർ ആയിക്കോട്ടെ, ബട്ട് ഇനക്വാളിറ്റി എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കും. അതായത് ഇതൊന്നും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എനി കൺട്രി എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലം എത്രത്തോളം അൺഈക്വൽ ആണ് എന്നതാണ് പറയുന്നത്. അതായത് ദരിദ്രനായാലും പണക്കാരനായി കഴിഞ്ഞാലും ആ ഒരു കൺട്രീനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്രത്തോളം അൺഈക്വൽ ആയിട്ടാണ് പോകുന്നത്, അത് റിച്ച് കൺട്രി ആവട്ടെ പുവർ കൺട്രി ആവട്ടെ, അവിടെയുള്ള ഇനക്വാളിറ്റീനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇൻഡിപെൻഡൻസ് സ്കെയിൽ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. പോപ്പുലേഷൻ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പോപ്പുലേഷൻ പ്രിൻസിപ്പിൾ റിക്വയർസ് ദാറ്റ് ഇനക്വാളിറ്റി മെഷേഴ്സ് മസ്റ്റ് നോട്ട് ബി depends upon the total number of income recipients. There must not be such difference in the inequality measures between a society with a 2 person with the income levels 100,000 10,000 എന്നുള്ള ലെവലിൽ ആൻഡ് സൊസൈറ്റി വിത്ത് 4 person with income levels 100,000 10,000 1 lakh. സോ ഈ പോപ്പുലേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇനക്വാളിറ്റി അളക്കുന്ന വിധത്തിൽ ആളുകളുടെ എണ്ണം മാറാൻ വേണ്ടി പാടില്ല. അതായത് നമ്മൾ രണ്ടുപേരെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരുപോലെ ഇരിക്കണം, അതായത് കറക്റ്റായിരിക്കണം. അതായത് രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിരിക്കണമെന്നും ഒരുപോലെ ആയിരിക്കണമെന്നും ഇത് ഇനക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ്റെ നമ്പർ വെച്ചിട്ട് മാറ്റം വരുത്താൻ വേണ്ടി പാടില്ല എന്നും കൂടിയാണ് പോപ്പുലേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതിപ്പോൾ രണ്ട് പേര് പറയുമ്പോൾ 100ഉം 10,000ഉം ആവരുത്. അതായത് ഒരു ഇൻകം വെച്ചിട്ട് 100,000 10,000 1 lakh എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ആ ഒരു ഇൻകം ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് എല്ലാം ഒരുപോലെ ആയിരിക്കണം. ഇപ്പോൾ 2 പേഴ്സണെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് ആൾക്കാരെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപോലെ ആയിരിക്കണം. അടുത്തത് അനോണിമിറ്റി പ്രിൻസിപ്പിൾ ആണ്. ദ ആക്സിയം റിക്വയർസ് ദാറ്റ് ഇനക്വാളിറ്റി മെഷർ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ. ദാറ്റ് ഈസ് ഹൂ ഈസ് ഏർണിംഗ് ദ ഇൻകം മസ്റ്റ് നോട്ട് ബി ടേക്കൺ കെയർ ഓഫ്. സോ ഹൂ ഗെറ്റ് ദ മണി ഷുഡ് നോട്ട് മാറ്റർ, വി ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ മച്ച് ദേ ഗെറ്റ്. അതായത് ഈ ഒരു പ്രിൻസിപ്പിളിൽ ഇനക്വാളിറ്റി എന്ന് പറയുന്നത് അളക്കുമ്പോൾ
മണി എങ്ങനെ അവർ കിട്ടുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ അത് മേക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത്, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സേ അല്ല. വി ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ മച്ച് ദേ ഗെറ്റ്, അവർക്ക് എത്രത്തോളം കിട്ടുന്നു അതിലുള്ള ഇനക്വാളിറ്റീസ് വെച്ചിട്ടാണ് നോക്കുന്നത്. അതാണ് അനോമിറ്റി ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ദർ ആർ 2 മെയിൻ വേസ് ടു മെഷർ ഇനക്വാളിറ്റി. 2 മെയിൻ വേസ് ആണ് ഇനക്വാളിറ്റി അളക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഈ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ദിസ് ലുക്ക് അറ്റ് ഹൗ മച്ച് മണി ഈച്ച് പേഴ്സൺ ഗെറ്റ്. No matter where it comes from, we put people into groups based on how much money they have. The more money you have, the higher your group. So നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ വെച്ചിട്ടാണ്, അതായത് ഒരാൾക്ക് എത്രത്തോളം ഇൻകം കിട്ടുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പല പല ഗ്രൂപ്പാക്കി മാറ്റുന്നത്. അവരത് എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതല്ല ഇവിടെ വിഷയം, എത്രത്തോളം ഇൻകം കിട്ടുന്നു അതിനനുസരിച്ചിട്ട് അവരെ ഗ്രൂപ്പാക്കി മാറ്റുന്നു. അതാണ് പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ദിസ് ലുക്ക് അറ്റ് വേർ ദ മണി കംസ് ഫ്രം, ലൈക്ക് വേജസ് ഓർ പ്രോഫിറ്റ്. വി ഡോണ്ട് വറി അബൌട്ട് ഹൂ ഗെറ്റ്സ് ഇറ്റ്, ഇറ്റ് ജസ്റ്റ് വേർ ഇറ്റ്സ് ഫ്രം. അതായത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത് എങ്ങനെ അവർക്ക് ഇൻകം കിട്ടി, അതായത് അവർക്ക് സാലറിയിലൂടെയാണോ പ്രോഫിറ്റിലൂടെയാണോ ആ ഇൻകം കിട്ടിയത്, അത് എങ്ങനെ കിട്ടി എന്നാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. അതിൽ ആർക്ക് കിട്ടിയെന്ന് പറയുന്നില്ല, ഇതിൽ എവിടെ നിന്ന് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്ക് കിട്ടിയെന്ന് പറയാണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന്, അതായത് വേജസിലൂടെയാണോ പ്രോഫിറ്റിലൂടെയാണോ എന്ന് ഈ മണി കിട്ടിയെന്നുള്ളതാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ലോറൻസ് കർവ് എന്നാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ലോറൻസ് കർവ് ഈസ് എ ഗ്രാഫ് ദാറ്റ് ഹെൽപ്പ് us ടു സീ ഹൗ ഇൻകം ഈസ് ഷെയർഡ് ഇൻ എ സൊസൈറ്റി. ഇൻകം അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തത് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മാക്സ് ലോറൻസ് ആണ്. ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കാം. ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ് ലൈൻ ഓഫ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വാളിറ്റി ലൈൻ എന്ന് പറയുന്നത് അങ്ങനെയും ഇതിൽ ലോറൻസ് കേർവ് എന്ന് പറഞ്ഞിട്ടൊരു കേർവ് വരുന്നുണ്ട്. ഈ കേർവാണ് ശരിക്കും ആക്ച്വൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിംപിളർ ടേംസിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ദി ലോറൻസ് കർവ് ഹെൽപ്പ് us see how income or wealth is shared among people in a country. അതായത് ഒരു കൺട്രിയിലെ പീപ്പിളിൻ്റെ ഇടയിൽ ഇൻകവും വെൽത്തും എങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നതാണ് വിച്ച് ഷോസ് പെർഫെക്റ്റ് ഇക്വാളിറ്റി. ഇക്വാളിറ്റി എന്ന് പറയുന്ന പെർഫെക്റ്റ് ഇക്വാളിറ്റി ആണ് ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ദ കർവ്ഡ് ലൈൻ ബിനീത്ത് ഇറ്റ് വിച്ച് ഷോസ് ദ ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ. ആ കർവ്ഡ് ആയിട്ടുള്ള സാധനമാണ് ആക്ച്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതൊരു എക്കോണമിയിൽ ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഒന്നുമില്ല, പക്ഷേ ആക്ച്വലായിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻകവും വെൽത്തും എന്ന് പറയുന്നത് കാണിക്കുന്നതാണ് ഈ വളഞ്ഞിട്ടുള്ള കർവ് എന്ന് പറയുന്നത്. ഇനി ഇത് Gini coefficient found between these lines measures this inequality. The farther apart of two lines are, the more unequal the distribution. However, constructing the Lorenz curve involves making assumptions and guesses based on incomplete data, so it may not be perfectly represents the true distribution. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിനി കോവിഷ്യൻറ്റിനെ കുറിച്ച് കാര്യം പറയുന്നത്. അപ്പോൾ ഗിനി കോവിഷ്യൻറ്റിൽ പോലും ഒരു അസമത്വം, അതായത് ഈ ഒരു ഇനക്വാളിറ്റീസ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഗിനി കോവിഷ്യൻറ്റ് വരുന്നത്. അതുപോലെ ഈ രണ്ട് ലൈനുകൾ, അതായത് നമ്മൾ പറയുന്ന ലൈൻ ഓഫ് ഇക്വാളിറ്റിയും അതുപോലെ തന്നെ മറ്റ് ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രത്തോളം അകന്നിരുന്നു കഴിഞ്ഞാലും ആ ഒരു വിതരണം എന്ന് പറയുന്നത് ഇനക്വാളിറ്റിയിൽ കിടക്കുന്നു. ഒരു ലോറൻസ് കർവ് നിർമ്മിക്കുന്നത് നമ്മൾ പറയുമ്പോൾ പോലെ പൂർണ്ണമായിട്ടുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടൊന്നുമല്ല, പലതരത്തിലുള്ള ഗസ്സസിലൂടെയൊക്കെ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥമായിട്ടുള്ള, അതായത് ആക്ച്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ ഇത് പൂർണ്ണമായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇക്കണോമിക് ആയിട്ടുള്ള ഇനക്വാളിറ്റീസും അതുപോലെ ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിനി കോഫിഷ്യൻ്റ് ഓർ ജിനി ഇൻഡെക്സിനെ കുറിച്ചിട്ടാണ്. ഇതും വളരെ എളുപ്പമായിട്ടുള്ള ഒന്നാണ്. 1912 ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ടുള്ള കൊറാഡോ ജിനി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് ജിനി കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. That stands as one of the most prominent measures of income inequality.
അതായത് ഇൻകം ഇനക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന മെഷേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ജിനി കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലോറൻസ് കർവ്, അതായത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോറൻസ് കർവിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇനക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ജിനി കോഫിഷ്യൻ്റ് വരുന്നത്. This index quantifies inequality by calculating the ratio of area between Lorentz curve, the line of perfect equality, and the total area under the line of equality. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഏരിയാസ് ഉണ്ടല്ലോ, അതായത് ലൈൻ ഓഫ് ഇക്വാളിറ്റി ഉണ്ടാവും, ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ടോട്ടൽ ഏരിയ, അവിടെയാണ് മേജർ ആയിട്ടുള്ള ഇനക്വാളിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഇനക്വാളിറ്റി ഏരിയാസിലാണ് ഇതിൻ്റെ സ്റ്റഡീസ് നടക്കുന്നത്. ഈ ഇനക്വാളിറ്റി എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് 0 ആൻഡ് 1ൻ്റെ ഇടയിലായിരിക്കും. എ കോഫിഷ്യൻ്റ് ഓഫ് 0 സിഗ്നിഫൈൻസ് പെർഫെക്റ്റ് ഇക്വാളിറ്റി. അപ്പോൾ 0 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇക്വാളിറ്റിയും വെൻ ഇൻകം ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ ഇൻഡിവിജ്വൽസ്, അതായത് 0 എന്ന് പറയുന്ന ഒരു റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലും. ഇനി നമ്മൾ ഈ പറയുന്ന കോഫിഷ്യൻ്റ് 1 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 ആണ് വരുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഇനക്വാളിറ്റിയാണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇക്വാളിറ്റിയും 1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇനക്വാളിറ്റിയാണ്. ഇവിടെ 1 ഇൻഡിവിജ്വൽ ഹോൾഡ് ഓൾ ഇൻകം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എല്ലാ ഇൻകവും ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥിതി. And it provides a summary of income distribution, allowing policy makers and researchers to assess and compare inequality levels across different populations and time periods. അതായത് ഡിഫറെൻറ്റ് ടൈം പീരീഡ്സിൽ ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ ഒരു ഇനക്വാളിറ്റി ലെവൽസ് കമ്പയർ ചെയ്യാൻ പോളിസി മേക്കേഴ്സിനെയും റിസർച്ചേഴ്സിനെയും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അലോ ചെയ്യുകയാണ് ജിനി കോഫിഷ്യൻ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഷെയ്ഡഡ് ഏരിയ ആണ് ഇവിടെ എ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ പറയുന്ന ലൈൻ ഓഫ് ഇക്വാളിറ്റിയുടെയും ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും ഇടയിലുള്ള ഒരു ഏരിയ ഉണ്ട്, അവിടെ എ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഷെയ്ഡഡ് ഏരിയനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, അതായത് ഇവിടെ BCD എന്ന് പറയുന്ന ഒരു ഭാഗം വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ BCDൻ്റെയും ടോട്ടൽ ഏരിയയും, അപ്പോൾ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്ന A ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ BCD. അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് ജിനി കോഫിഷ്യൻ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? ഇത് ടോട്ടലുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാവുന്ന ഇനക്വാളിറ്റീസിനെ ബേസ് ചെയ്തിട്ട് അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ജിനി കോഫിഷ്യൻ്റ് ചെയ്യുന്നത്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഇനെക്വാളിറ്റി. അതിൽ നമ്മൾ പറയുന്നത് കസ്നെറ്റ്സിൻ്റെ ഇൻവേർട്ടഡ് യു ഷേപ്പ് കർവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കസ്നെറ്റ്സ് ഹൈപ്പോതെസിസ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇൻകം ഇനെക്വാളിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ കസ്നെറ്റ്സിൻ്റെ ഇൻവേർട്ടഡ് യു ഷേപ്പ് എന്ന് പറയുന്നത്, അതായത് കസ്നെറ്റ്സിൻ്റെ ഹൈപ്പോതെസിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ദ കസ്നെറ്റ്സ് ഹൈപ്പോതെസിസ് പ്രപ്പോസ്ഡ് ബൈ നോബൽ laureate Simon Kuznets suggested a relationship between income and inequality. അതായത് നോബൽ സമ്മാന ജേതാവായിട്ടുള്ള സൈമൺ കസ്നെറ്റ്സ് നിർദ്ദേശിച്ചിട്ടുള്ള കസ്നെറ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത് വരുമാനവും അസമത്വവും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് ഇൻകവും ഇനെക്വാളിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. Kuznets analyzed data from 18 countries and found that developed nations tend to have lower income inequality compared to developing ones. അതായത് അദ്ദേഹം 18 രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ടിട്ട് ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷൻസിനെ അപേക്ഷിച്ചിട്ട് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിന് കുറഞ്ഞ ഇനക്വാളിറ്റീസ് ആണ് എന്ന് ഉള്ളത്. അതായത് ഇപ്പോൾ ഡെവലപ്ഡ് നേഷൻസിൽ ഇനക്വാളിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു നിരീക്ഷണമാണ് അദ്ദേഹം ഒരു യു ആകൃതിയിലുള്ള കേർവ് എന്നുള്ള ആശയത്തിലേക്ക്, അതായത് നമ്മൾ പറയുന്ന നമ്മുടെ കുസ്നെറ്റ്സിൻ്റെ ഇൻവേർട്ടഡ് യു ഷേപ്പ്ഡ് കേർവ് എന്ന് പറയുന്ന ആ ഒരു തിയറിയിലേക്ക്, അതായത് ആ കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. സാമ്പത്തിക വളർച്ച എത്തുന്നതോട് കൂടിയിട്ട് ഇനക്വാളിറ്റീസ്, അതായത് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നതിൽ ഇനക്വാളിറ്റീസ് ആദ്യം വർദ്ധിക്കുകയും വികസനം എന്നുള്ള രീതിയിൽ ഒരു നിശ്ചിത തലത്തിൽ, അതായത് വികസനത്തിൽ എത്തിയ ശേഷം അത് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം, താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കൂ. അതായത് ഇനക്വാളിറ്റീസ് ഉണ്ട്, പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് പിന്നീട് ഇനക്വാളിറ്റി കുറയുന്നു എന്നുള്ള രീതിയിലാണ് യു ഷേപ്പ്ഡ് കസ്നെറ്റ്സിൻ്റെ കേർവ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കൂ, ഈ ഒരു ഡയഗ്രാമിൽ പ്രതിശീർഷ വരുമാനം, അതായത് നമ്മൾ പറയുന്ന പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും ജിനിയിലും പ്ലോട്ട് ചെയ്തിരിക്കുന്നു. കോഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇനക്വാളിറ്റിയുടെ മെഷർ എന്ന് പറയുന്നത് വൈ ആക്സിസിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ ഈ
പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് തുടക്കത്തിൽ ഈ യു ഷേപ്പ്ഡ് ആയിട്ടുള്ള കേവ് ഉയരുന്നു. ഇത് വർദ്ധിച്ചു വരുന്നത് എന്താണ്? അസമത്വത്തെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യും? ഒരു ഘട്ടത്തിന് ശേഷം അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. അതിനുശേഷം അത് കുറയാൻ വേണ്ടി തുടങ്ങുന്നു. സോ ഇതാണ്, അതായത് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് ആവുമ്പോൾ ഇനക്വാളിറ്റി കുറയുമെന്നാണ് ഇതിൽ പറയുന്നത്. സോ കുസ്നെറ്റ്സിൻ്റെ ഇൻവേർട്ടഡ് യു ഷേപ്പ്ഡ് കർവ് ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നതും ഇതാണ്. സോ ഈ ഒരു ഡയഗ്രാം എന്തായാലും പഠിക്കുക, അതുപോലെ തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അദ്ദേഹം പറയുന്നത്, അതായത് നമ്മൾ ഈ പറയുന്ന കുസ്നെറ്റ്സ് പറയുന്നതിനനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് കോസസ് ഓഫ് ഇൻക്രീസ്ഡ് ഇനക്വാളിറ്റി, അതായത് ഈ ഒരു ഇനക്വാളിറ്റി വർദ്ധിക്കാനുള്ള കാരണം എന്ത്, അതുപോലെ തന്നെ ഇനക്വാളിറ്റി കുറയാനുള്ള കാരണം എന്ത്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് രണ്ട് രീതിയിലാണ്. അപ്പോൾ കോസസ് ഓഫ് ഇൻക്രീസ്ഡ് ഇനക്വാളിറ്റി കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ചേഞ്ച് ആണ്, അതായത് ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്. അതായത് ഒരു ട്രഡീഷണൽ കാർഷിക സമൂഹത്തിൽ നിന്ന് മോഡേൺ ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് മാറുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഇനക്വാളിറ്റി എന്ന് പറയുന്നത് കൂടി വരുന്നു. അപ്പോൾ ഇതിലെന്തായിരിക്കും? കുറച്ചുകൂടി സാങ്കേതികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, പുതിയ റിസോഴ്സസ്, ഈ റിസോഴ്സസിലൊക്കെ തന്നെ ചൂഷണമൊക്കെ ഉൾപ്പെടും. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ വർദ്ധിക്കുന്നതിൽ നയിക്കുന്നു. എന്നിരുന്നാലും കാർഷിക മേഖലയേക്കാൾ ഒരു വികസിതമായിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വ്യാവസായിക മേഖലയിലേക്ക് വരുമ്പോൾ ഇതൊരു ഗുണം ചെയ്യുന്നു. പക്ഷെ എന്താണ്? ഒരു വരുമാനത്തിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും. സോ സ്ട്രക്ചറൽ ചേഞ്ച് ആണ് ഇനക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻകം ഡിസ്പാരിറ്റീസ് ആണ്, അതായത് വരുമാനത്തിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയും. അതായത് ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് ടെക്നോളജീസും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കാര്യക്ഷമമല്ലാത്ത, അതായത് എഫിഷ്യൻ്റ് അല്ലാത്ത രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നിന്നിട്ടുണ്ടായിരുന്ന ഗ്രാമീണ മേഖലയേക്കാൾ ഇന്ന് നമ്മൾ പറയാം, അതായത് ഉയർന്ന വരുമാനം ലഭിക്കുന്ന എന്തായിരിക്കും? ഈ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള മോഡേൺ, അതായത് അർബൻ ഏരിയയിലുള്ള അതുപോലെ തന്നെ ഓഫീസേഴ്സിനായിരിക്കും കൂടുതലായിട്ട് അവർ സമ്പാദിക്കുക. സോ ഈ ഒരു അസമത്വം എന്ന് പറയുന്നത് കാർഷിക മേഖലയെ അപേക്ഷിച്ച് വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് എവിടേക്ക് പോകുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന അർബൻ സെക്ടറിലുണ്ട്. അപ്പോൾ ഈ വരുമാനത്തിലുണ്ടാവുന്ന ഡിസ്പാരിറ്റീസ് ആണ് സെക്കൻഡ് ഇനക്വാളിറ്റി വർദ്ധിച്ചു വരാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത്. അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത്, ഇപ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ജനസംഖ്യയുടെ വളർച്ച എന്ന് പറയുന്നത് റിസോഴ്സസിലും ഓപ്പർച്യൂണിറ്റീസിലും ഒക്കെ തന്നെ ഒരു പ്രഷർ വരുന്നു. അങ്ങനെ ഒരു ഇൻകം ഇനക്വാളിറ്റി ഉണ്ടാവുന്നു. ഇതാണ് കോസസ് ഓഫ് ഇൻക്രീസ്ഡ് ഇനക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഇനക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള 3 കാരണം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ചേഞ്ച് ആണ്, ഇൻകം ഡിസ്പാരിറ്റി ആണ്, പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു എക്കോണമി ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ അവിടെ എന്തായിരിക്കും? ഇനക്വാളിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഒരു ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒന്ന് ഇച്ചിരി സ്റ്റേബിൾ ആവും. അതിനുശേഷം എന്ത് ചെയ്യും? ഇനക്വാളിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. അടുത്തത് കോസസ് ഓഫ് ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ഇനക്വാളിറ്റി കുറയാനുള്ള, അതായത് അസമത്വം കുറയാനുള്ള കാരണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന സ്റ്റേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇനക്വാളിറ്റി കൂടി വന്നിട്ട് കുറച്ച് നേരത്തേക്ക്, അതായത് കുറച്ച് നാളത്തേക്ക് അതേ സെയിം ഇനക്വാളിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കും. അതായത് അതാണ് ഒരു സ്റ്റേബിൾ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. അത് അതേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അത് കുറഞ്ഞു വരും. അതായത് ഒരു പോയിന്റിൽ അതൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുക? അത് കുറഞ്ഞു തുടങ്ങുക എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് കോസസ് ഓഫ് ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ഇനക്വാളിറ്റിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആണ്, അതായത് സർക്കാരിൻ്റെ ഇടപെടലാണ്. ഗവൺമെൻറ് ഒരു ക്രൂഷ്യൽ റോളാണ് വഹിക്കുന്നത്. അതായത് ഇനക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു റോൾ വഹിക്കുന്നതാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് നീഡഡ് ആയിട്ടുള്ള ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതും റീഡിസ്ട്രിബ്യൂട്ടിങ് ഇൻകം, അതുപോലെ ലോവർ ഇൻകം ഗ്രൂപ്പ്സിന് ഒരു ഹയർ ആയിട്ടുള്ള രീതിയിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇനക്വാളിറ്റി കുറയാൻ വേണ്ടി കാരണമാവുന്നു. അടുത്തത് ട്രിക്കിൾ ഡൗണിൻ്റെ എഫക്റ്റ് ആണ്. അതായത് ഈ പ്രോഗ്രസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ക്യാൻ ബെനിഫിറ്റ് റൂറൽ ഏരിയാസ് ത്രൂ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. സോ ദ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് ഹെൽപ്പ് ട്രാൻസ്ഫർ ഇൻകം ടു റൂറൽ സെക്ടേഴ്സ്, റെഡ്യൂസിങ് ഇൻകം ഡിസ്പാരിറ്റി ആസ് ദ എക്കോണമി ഡെവലപ്ഡ് ഫർദർ. അതായത് നമ്മൾ ട്രിക്കിൾ ഡൗൺ തിയറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്യാവസായിക മേഖലയിലുള്ള ഒരു പുരോഗതി കാർഷിക ഉൽപ്പന്നങ്ങളുടെ, അതായത് അവർ തമ്മിൽ രണ്ട് സെക്ടേഴ്സ് തമ്മിലൊരു പിടുത്തമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ റോ മെറ്റീരിയൽസിലൊക്കെ തന്നെ ആവശ്യകത വർദ്ധിക്കും. അതിലൂടെ അത് പ്രയോജനം ചെയ്യും, ഗ്രാമീണ മേഖലയ്ക്ക് അത് പ്രയോജനം ചെയ്യുകയും ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിട്ട്, അതായത്
അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നു. ഗ്രാമീണ മേഖലയ്ക്ക് വരുമാനം കൂടുതലായിട്ട്, അതായത് അർബനിൽ നിന്ന് കുറച്ചുകൂടി വരുമാനം ഇവർക്ക് കിട്ടുന്നു. അങ്ങനെ എക്കോണമി കുറച്ചുകൂടി വർദ്ധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ചില ചെറിയ ചെറിയ ടോപ്പിക്സ് ഞാൻ വിട്ടിട്ടുണ്ട്, അതൊന്നും സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അത് പേടിക്കണ്ട. പിന്നെ മാക്സിമം ഇത്തരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലോറൻസ് കർവ്, ജിനി കോഫിഷ്യൻ്റ്, പോവേർട്ടി മെഷർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു 2 മാർക്കിന് അത് പഠിച്ചു വെക്കേണ്ടി വരും. പിന്നെ എന്താണ് ലൂയിസ് മോഡലിൽ നിന്ന്, അതുപോലെ ഡുവൽ എക്കോണമി എന്താണെന്ന് മേ ബി ചോദിക്കാം ഒരു 2 മാർക്കിന്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മുടെ ബാലൻസ്ഡ് ഗ്രോത്ത്, അൺബാലൻസ്ഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് ആണ്. ഇത് രണ്ടും 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റോസ്റ്റോയുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, അതുപോലെ തന്നെ ബിഗ് പുഷ് തിയറി, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്, മൊത്തത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.